ഇപ്പൊ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞൊരു സമ്മാനം ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു വിവരമില്ലാതെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അത് ആ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് ആളുകളെ ഇന്ന് പണം പിടിച്ചു. അതെല്ലാം കൂടെ അവസാനം സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് അങ്ങ് പോവാണ്. 8,000 കോടി ഇതുവരെ ആയി കേട്ടോ. ഇപ്പൊ ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാ ഒരു 30% ആളുകൾക്ക് പെൻഷനായിട്ട് കിട്ടണം. ശമ്പളത്തിന്റെ പകുതിയാണ് യഥാർത്ഥത്തിൽ പെൻഷൻ എന്ന് പറയുന്നത്. ആ പെൻഷൻ എന്ന് പറയുന്നത് ബേസിക് പേയുടെ പകുതി ആ പെൻഷൻ, അതിൻ്റെ DAയും കിട്ടും. അപ്പോൾ അതൊരു 30% ആളുകൾക്ക് കിട്ടണമെന്നാണ് ഇന്ന് നമ്മുടെ ധനമന്ത്രിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല അതിനകത്തുനിന്ന്. ഇപ്പൊ ഈ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് പോകുന്നവർക്ക്, പെൻഷനാവുന്നവർക്ക് ഒന്നും കിട്ടത്തില്ല. ആ കിട്ടുന്നത് അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കവർന്നെടുത്തു എന്നുള്ളതാണ്. ഗ്രാറ്റുവിറ്റി, അവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന അത് മാറ്റിവെക്കപ്പെട്ട വേതനമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന സാധനം. അത് മാറ്റിവെക്കപ്പെട്ട ഈ വേതനം അത് അവർക്ക് കിട്ടുന്നില്ല, അതില്ല. അത് ഒക്കെ ഡിനൈ ചെയ്തുകൊണ്ടാണ് ഈ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് ഈ ജോലി ചേർന്ന് ഈ പങ്കാളിത്ത പെൻഷൻ അതാണ് പിന്നെ ചേരുന്നത്. അവർ പണം അങ്ങോട്ട് അടയ്ക്കണം, പെൻഷൻ ആവുന്നതിന് കിട്ടാനുള്ള പണം അടയ്ക്കണം. അത് അടച്ചു കഴിഞ്ഞപ്പോൾ 8,000 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൻ്റെ കയ്യിലായി. ഇനി അത് തിരികെ വാങ്ങണം, അത് തിരികെ ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കേട്ടോ. ചോദിച്ചാൽ വലിയ കാര്യമാണ്. കാരണം എന്താ, വേറെ 2-3 സ്റ്റേറ്റ് ഇതുപോലെ ചോദിച്ച് അവരുടെ ആ സ്കീം അവർ മാറ്റിയിട്ട് ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന വർക്കബിൾ അല്ലാത്തത് കൊണ്ട് അവരത് മാറ്റിയിട്ട് അവർ സെൻട്രൽ ഗവൺമെന്റിൽ അവർ അടച്ച പൈസ ചോദിച്ചു. ഒരു മറുപടി ഇന്നുവരെ കൊടുത്തിട്ടില്ല. അത് തന്നെ എവിടെ സംഭവിക്കാൻ പോന്നേ? ഇനി അതിന് സമരത്തിന് വേണ്ടി ഇറങ്ങണം, കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങണം. 8,000 കോടി രൂപ ഇതുപോലെ പങ്കാളിത്ത പെൻഷൻ അത് വാങ്ങിയെടുത്താൽ അതെങ്കിലും തിന്നാമല്ലോ. അത് വാങ്ങിയെടുത്ത് ഇവർക്ക് കൊടുക്കാനൊന്നുമല്ല ഈ വാങ്ങിയെടുക്കാൻ പോകുന്നത്. ഈ വിരമിച്ച ഈ പെൻഷനേഴ്സിന്റെ കയ്യിലൊന്നും ഒരിക്കലും പോകത്തില്ല. അത് കിട്ടത്തില്ല അവർക്ക്. ആ രീതിയിലാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് സെസ്സൊക്കെ ഏർപ്പെടുത്തി നമ്മുടെ കയ്യിൽ നിന്ന് ഓരോന്ന് പണം വാങ്ങുന്നത്, പിടിച്ചു വാങ്ങുന്നത്. ആ പണമൊക്കെ എങ്ങോട്ട് പോവുകയാണ്? അതൊക്കെ എങ്ങോട്ട് പോകുന്നു ആ പണമൊക്കെ? അത് ഇതുപോലെ കറങ്ങി നടക്കാനും കേട്ടോ, നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവായിലേക്ക് പോവുകയാണ്. അതാണ് ചിലവായിപ്പോയി എന്ന് പറയും. പണം ചിലവായിപ്പോയി കേട്ടോ. ഇതാണ് കാര്യം. ഇവിടെ എത്ര രൂപ ഇവിടെ കിട്ടിയാലും ഇത് കടലിൽ കായം കലക്കുന്നവരേ ഉള്ളൂ. ഇത് ഇവിടുന്ന് എന്തെങ്കിലും പണം ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. കടം വാങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കടം വാങ്ങുന്നതിന് വേണ്ടിയുള്ള സമരമാണത്. അതായത് നമ്മളെയൊക്കെ പണം വെച്ച് വിറ്റ് നമ്മളെയൊക്കെ പണയം വെച്ചിട്ട് പണം വാങ്ങി എടുക്കുക, കടം വാങ്ങി എടുത്ത് ചെലവാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കാരണം അതേ ഇവർക്ക് അറിയാവൂ, വേറൊന്നും അറിഞ്ഞൂടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. കടം വാങ്ങി പുട്ടടിക്കുക, അതിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇത് കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇതുകൊണ്ട്? അവർ കടം വാങ്ങാൻ സമ്മതിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവർ സമ്മതിക്കാത്തത്. കുറച്ച് ബോധമുള്ളതുകൊണ്ടാണ് അവിടെ അത് സമ്മതിക്കാതെ പോകുന്നത്.